ഷുക്കൂർ, അതായത് സർക്കാർ സമയം കൂട്ടിയാലേ അല്ലെങ്കിൽ ഡ്രൈ ഡേ ഒഴിവാക്കിയാലേ നമ്മുടെ ടൂറിസം നന്നാകൂ എന്നാണ് പറച്ചിൽ. അപ്പോൾ ഡ്രൈ ഡേ മാറ്റാനും മറ്റും സമ്മർദ്ദം ചെലുത്തിയത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയാണെന്ന് എം ഹസൻ എന്ന വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. മുഹമ്മദ് റിയാസിൻ്റെ പേരെടുത്ത് നിങ്ങൾ പറയുന്നത് അതുവഴി മുഖ്യമന്ത്രിക്കെതിരെ വടിയെടുക്കണം, അതിനുള്ള തന്ത്രമാണ്. അല്ലേ, മുഖ്യമന്ത്രി അല്ലാതെ തന്നെ ഇതിൻ്റെ ഭാഗമാണല്ലോ. മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. ശ്രീ മാണി സാറിനെതിരെ ആക്ഷേപം വന്നപ്പോൾ, ആരോപണം വന്നപ്പോൾ, അതെ അന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്കിപ്പൊ കേൾക്കാമല്ലോ. നിങ്ങളുടെ അതിന്റെ വീഡിയോ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ആവർത്തിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ചും അതെ എന്തെല്ലോ പറഞ്ഞു. അപ്പൊ അത് ബാർ 1 കോടി രൂപയുടെ അഴിമതി, ഇപ്പോൾ 20 മുതൽ 25 കോടി രൂപ വരെയുള്ള അഴിമതി. ഇപ്പൊ ഈ അഴിമതി നടത്തുന്ന കാര്യത്തിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഈ ഡ്രൈ ഡേ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ കൃത്യമായ ചർച്ചകൾ ഗവൺമെന്റ് തലത്തിൽ രഹസ്യമായി നടന്നിട്ടുണ്ട്. അതിൻ്റെ സൂചന നമുക്ക് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ കോൺഫറൻസിലൂടെ ആ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. 15,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാകും നമുക്കങ്ങനെ ഈ ഡ്രൈ ഡേ അവസാനിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ജീവനക്കാരും ശമ്പളം വാങ്ങി നേരെ ഷാപ്പുകളിലേക്ക് പോകട്ടെ, ബാർ ഹോട്ടലുകളിലേക്ക് പോകട്ടെ. അതുവഴി നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വരുമാനമാണ് ലക്ഷ്യം, ഞങ്ങൾക്കും പണം കിട്ടണം, പാർട്ടിക്കും കിട്ടണം, നേതാക്കൾക്കും കിട്ടണം, ഒപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കണം. നല്ല മാർഗം ഇതാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഈ പറഞ്ഞ ഈ ബാർ ഉടമകളുടെ സംഘടന, ഹോട്ടലുകാരുടെ സംഘടന ഈ യോഗം ചേരുന്നതും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ താഴേക്ക് പോകുന്നതും അവർ പണം സമാഹരിച്ചതും സമാഹരിക്കുന്നതിന് വേണ്ടി ഇറക്കിയ വോയിസ് മെസ്സേജ്, ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി ഓരോ കാര്യങ്ങളും പണം എന്തിനാണ് ഡ്രൈ ഡേ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മദ്യ നയ രൂപീകരണം നടക്കുന്ന ഘട്ടത്തിൽ അത് നമ്മുടെ താല്പര്യം, സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ നടന്നത്. അത് നിഷേധിക്കാനാകുമോ? അത് നിഷേധിച്ചാൽ നിലനിൽക്കുമോ? എവിടെയാണ് നമുക്ക് ഇതിനെ കാണേണ്ടത്? അപ്പോൾ എന്താ ഇത് ചെയ്യേണ്ടത്? സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം. അതിലേക്കാണ് പോകേണ്ടത്. അതിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിജിലൻസിന്റെ മുമ്പാകെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികൾ വന്നിട്ടുണ്ട് എന്ന് എക്സൈസ് വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ്. ഈ ഡ്രൈ ഡേയുടെ പേരിൽ പണപ്പിരിവ് നടക്കുന്നു, കോഴ കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടക്കുന്നു. ഞങ്ങൾ പേര് വെക്കാതെ ഞങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു ചില ബാർ ഹോട്ടൽ ഉടമകൾ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതി എക്സൈസ് വകുപ്പിന്റെ വിജിലൻസിന്റെ മുമ്പാകെ ഉണ്ട് എന്ന് ഇന്ന് പുറത്തു പറഞ്ഞിട്ടുണ്ട്.